ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറി ഒരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പല മത്സരങ്ങളിൽ നിന്ന് പല പ്രധാനപ്പെട്ട താരങ്ങളും വിട്ടുനിൽക്കുകയാണ്. മേ ബി ഇത്രയധികം ക്രിക്കറ്റ് കളിക്കുന്നത് കൊണ്ടായിരിക്കും ഇതുപോലെയുള്ള ഇത്രയധികം ഇഞ്ചുറീസ് വരുന്നതെന്നുള്ളതാണ് വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഭാഷ്യം എന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം പല പ്രധാനപ്പെട്ട താരങ്ങളും ഇഞ്ചുറി കാരണം പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിലും പരമ്പരകളിലും പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ലാക്ക് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ബുംറയ്ക്ക് കൂട്ടായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ നേരിട്ട് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. മുഹമ്മദ് സിറാജിനൊക്കെ ഒരു അളവ് വരെ ബുംറയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു എങ്കിലും പക്ഷേ അതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫാസ്റ്റ് ബോളർ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പല മത്സരങ്ങളിൽ എസ്പെഷ്യലി അവസാനത്തെ സിഡ്നി ടെസ്റ്റിലൊക്കെ ഓസ്ട്രേലിയക്കെതിരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചേനെ. ആ ഒരു ടൂറിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൗളർ നമ്മൾ മിസ്സായി എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയാണ്. മുഹമ്മദ് ഷമി ആ ഒരു ഫുൾ ടൂറിൽ കളിച്ചിരുന്നില്ല. അദ്ദേഹം 2023 ഏകദിന ലോകകപ്പിന് ശേഷം ഇതുവരെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വന്ന ഒരു ആങ്കിൾ ഇഞ്ചുറി, പിന്നെ അത് നീ ഇഞ്ചുറി ആയിട്ട് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് അദ്ദേഹത്തിനെ ഈ നമ്മുടെ ഡൊമസ്റ്റിക് ടൂർണമെന്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഈ NCAയുടെ മെഡിക്കൽ ടീം അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുകയും അവർ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിക്കാതിരുന്നത്. കൃത്യമായിട്ട് ഫുള്ളായിട്ട് റിക്കവറി ആയാൽ മാത്രമാണ് NCAയുടെ ഈ മെഡിക്കൽ ടീം ഇതുപോലെയുള്ള മത്സരങ്ങൾക്ക് എസ്പെഷ്യലി ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോഴുള്ള ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഈ ഇംഗ്ലണ്ടുമായിട്ട് നടക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ടീമിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ഒരു മോണിറ്ററിംഗിൽ തന്നെയാണ്. അവരിപ്പോഴും അദ്ദേഹത്തിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം T20 സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മത്സരത്തിൽ ഒരു ഫാസ്റ്റ് ബോളർ 4 ഓവർ മാത്രം ബൗൾ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 4 ഓവറിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അത് സാധിക്കുന്നുണ്ടെങ്കിൽ മേ ബി ഇംഗ്ലണ്ടുമായിട്ടുള്ള 3 മത്സരങ്ങളുടെ ആ ഒരു ഏകദിന പരമ്പരയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പരിഗണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ മുഹമ്മദ് ഷമി 100% ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൗട്ട് തന്നെയാണ്. കാരണം ഈ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ ബോളിംഗ് പെർഫോമൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് പെർഫോമൻസ് അത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടായിരിക്കും ഈ NCAയിലെ മെഡിക്കൽ ടീം അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ ടീമിനെ അല്ലെങ്കിൽ ഇന്ത്യൻ മാനേജ്മെന്റിനെയും BCCIനെയൊക്കെ അറിയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട താരങ്ങൾ ഇതുപോലെ എസ്പെഷ്യലി ഫാസ്റ്റ് ബോളേഴ്സ്, മായങ്ക് യാദവ് ഒരു വളർന്നു വരുന്ന താരമാണ് അദ്ദേഹം. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ബൗളറായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു താരമാണ്. പക്ഷേ അദ്ദേഹവും പരിക്കിന്റെ പിടിയിലാണ്. സ്ഥിരമായിട്ട് അദ്ദേഹം പരിക്കിന്റെ ഒരു ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും തന്നെ ഈ NCAയിലാണ് ഇതിന്റെ റീഹാബ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ NCA എന്ന് പറയുന്ന ആ ഒരു നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിക്ക് ഇതിൽ വലിയ റോള് പങ്കുവയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് വരുന്ന ഏറ്റവും ഒരു സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. പക്ഷെ ഒഫീഷ്യലായിട്ട് NCA അല്ലെങ്കിൽ BCCI ഇതിനെപ്പറ്റിയുള്ള യാതൊരു റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതായത് ആദ്യത്തെ ഒരു ലീഗ് സ്റ്റേജിൽ ജസ്പ്രീത് ബുംറയ്ക്ക് കളിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഇഞ്ചുറി, അദ്ദേഹത്തിന്റെ ഒരു ബാക്കിൽ വന്നിരിക്കുന്ന പ്രശ്നം അദ്ദേഹത്തിന്റെ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് 6 ആഴ്ചത്തേക്കെങ്കിലും അദ്ദേഹത്തിന് റെസ്റ്റ് വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സെമി ഫൈനലും ഫൈനലും മാത്രമായിരിക്കും അദ്ദേഹം അവൈലബിൾ ആയിരിക്കുക എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. പക്ഷെ അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. 6 ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട 3 മത്സരങ്ങളിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യ കളിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. പിന്നെ ഇന്ത്യ ന്യൂസിലൻഡുമായിട്ട് കളിക്കുന്നുണ്ട്, ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സെമി ഫൈനലിലൊക്കെ വരുന്നത്. അപ്പോൾ ആ മത്സരങ്ങളിൽ തന്നെ ബുംറ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു 100% ഒരു ടീമിനെ വെച്ച് കളിക്കാനായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ മുഹമ്മദ് ഷമിയുടെ അഭാവമായിരുന്നു. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഇന്ത്യൻ ആരാധകർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തിരിച്ച് നമ്മൾ ഇതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് ഏകദേശം 7-8 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ആ ഒരു ടൂറിൽ ഇവരെല്ലാവരും ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ഇപ്പോൾ ഈ ടീം പ്രഖ്യാപിച്ചപ്പോൾ മുഹമ്മദ് ഷമി വന്നപ്പോൾ അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഇതിൽ കളിക്കുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പോൾ അതേ കൂനിന്മേൽ കുരു പോലെ ജസ്പ്രീത് ബുംറയുടെ ഒരു ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് അല്ല. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. BCCIയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഏകദേശമൊക്കെ അത് ശരിയായിട്ടുള്ള ന്യൂസ് ആയതുകൊണ്ടായിരിക്കും ഇതുപോലെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള പത്രം അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും
എത്രയും പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് സെമിയിലും ഫൈനലിലെങ്കിലും കളിക്കാനായിട്ട്, ആ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ അവിടെയെങ്കിലും കളിക്കാനായിട്ട് ജസ്പ്രീത് ബുംറ ഉണ്ടാവട്ടെ. കാരണം ജസ്പ്രീത് ബുംറയുടെയും മുഹമ്മദ് ഷമിയുടെ ഒരു കോമ്പിനേഷൻ, അതിനുവേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.